റിയാക്ട് ആയാലും നോഡ് ആയാലും നമുക്ക് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനായിട്ട് നോഡ് വേണം, നോഡ് പാക്കേജ് മാനേജർ വേണം പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് നോഡ് JS എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ ഒരു പേജ് കിട്ടുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഡോക്കർ വെച്ചിട്ട് നമുക്ക് വിൻഡോസിലോ ലിനക്സിലോ മാക്കിലോ എങ്ങനെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് ഡോക്കർ വെച്ചിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റലേഷനും ഉണ്ട്. ഞാൻ ഇതാണ് നോർമലി ചൂസ് ചെയ്യാറ്. നമുക്ക് ഡോക്കർ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വിൻഡോസോ ലിനക്സോ മാക്കോ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ MSIയോ ഏതാണോ ഇൻസ്റ്റാളേഷൻ വരുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്റത്തിൽ. ജസ്റ്റ് സിമ്പിൾ ഇൻസ്റ്റാളേഷൻ ആണ്. നിങ്ങൾ ഡയറക്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാളേഷൻ ആയി. അതിനുശേഷം നിങ്ങളൊരു കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് ടെർമിനൽ എന്തെങ്കിലും എടുക്കുക. അതിനകത്ത് ഫസ്റ്റ് നോഡ് -v കൊടുക്കുക. അപ്പോൾ നോഡ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നോഡിൻ്റെ വേർഷൻ കാണിച്ചു തരും. എൻ്റെ ഓൾറെഡി 20.18.0 ആണ് കിടക്കുന്നത്. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുക, LTS വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ലോങ് ടൈം സപ്പോർട്ടുള്ള വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. കറണ്ട് വേർഷൻ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, കാരണം ഇതിനകത്ത് ബഗ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ LTS വേർഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നോഡിൻ്റെ വേർഷൻ കിട്ടി 20.0.8. ഇനി NPMൻ്റെ വേർഷൻ കൂടെ വേണം. NPM -v നോഡ് പാക്കേജ് മാനേജർ. NPMൻ്റെ വേർഷനും കിട്ടി 10.0.8.2. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ ഇതിന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് ടു ഗോ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഫ്രഷ് ആയിട്ടൊരു പ്രോജക്റ്റ് വിൻഡോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിന് നമ്മൾ ടു ഡു ലിസ്റ്റ് ആപ്പ് എന്നാണ് ഈ ഫോൾഡറിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു ബാക്ക് എൻഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് എൻഡ് നമുക്ക് റിയാക്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ്. npx എന്ന് പറഞ്ഞാൽ നോഡിൻ്റെ ഒരു കമാൻഡാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ആപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡ് എന്ന് പേര് കൊടുക്കാം തൽക്കാലത്തിന്. ടു ഡു ലിസ്റ്റ് ആപ്പിൻ്റെ അകത്ത് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബാക്ക് എൻഡിലായിരിക്കും നമ്മുടെ എക്സ്പ്രസിൻ്റെ കോഡുകൾ, നോഡിൻ്റെ എക്സ്പ്രസ് കോഡുകൾ കിടക്കുന്നത്. ഫ്രണ്ട് എൻഡ് കോഡ്, റിയാക്ട് കോഡ് എല്ലാം കിടക്കുന്നത് ഈ ഒരു ഫ്രണ്ട് എൻഡ് ഫോൾഡറിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്ത് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. അതായത് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു, യെസ് കൊടുക്കുന്നു. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചും നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചും ഇത് കുറച്ച് ടൈം എടുക്കും. മേ ബി ഒരു 2 minutes വരെ എടുക്കാം. ഇപ്പം എൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജസിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് കമാൻഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് റൺ ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ റൺ ആവും, റിയാക്ടിൻ്റെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ബിൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, റൺ ബിൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബിൽഡ് ഫോൾഡർ ക്രിയേറ്റ് ആവും. ആ ഫോൾഡറിലെ കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ലൈവ് സെർവറിലേക്ക്. പിന്നെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NPM ടെസ്റ്റ് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് ആവശ്യം പറ്റില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം, ആ ഫോൾഡറിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ ഉണ്ടെന്നത്. ഇപ്പം നോഡ് മോഡ്യൂൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണമെന്നില്ല, ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ഇത്തരം ഫോൾഡറുകളും ഫയലുകളും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പറയുന്നത് NPM സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. NPM സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എൻഡ് റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുമെന്നാണ് പറയുന്നത്. ഇതും ഒരു അല്പസമയം എടുക്കുന്ന പരിപാടിയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇനി എനിക്ക് ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് കാണാൻ പറ്റുന്നത് റിയാക്ട് ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നമുക്കിത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ ബാക്ക് എൻഡ് കോഡ് എടുക്കുക. നമ്മുടെ കോഡിൻ്റെ റിയാക്ടിൻ്റെ കോഡ് എടുക്കുക. ഫ്രണ്ട് എൻഡിൻ്റെ അകത്ത് പോയിട്ട് SRCയിൽ പോയിട്ട് നമുക്ക് index.js എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. ഈ ഫയലിൻ്റെ അകത്താണ് നമ്മുടെ റിയാക്ടിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു റൂട്ട് എലമെൻറ്റ് നമ്മുടെ ഡിഫോൾട്ട് index.html ഫയലിനകത്ത് ക്രിയേറ്റ് ആവും. ആ റൂട്ട് എലമെൻറ്റിലേക്ക് ഈ ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ലോഡ് ആവും. ആപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് എവിടെയാണുള്ളത്? ഈ
ഇതേ ഡയറക്ടറി തന്നെ app.js എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ടാവും. ഈ കമ്പോണന്റിന്റെ അകത്ത് കിടക്കുന്ന കണ്ടന്റ് ആണ് അങ്ങോട്ട് ലോഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അത് എന്താണ് വരുന്നത്, എഡിറ്റേഴ്സ് ആർ സി, അതായത് ഈ പിക്ചർ ഇതിനകത്ത് വരുന്ന ഈ സാധനങ്ങൾ വരുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓട്ടോ റീലോഡ് ആയ കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയി. ഓക്കെ, നമുക്ക് ലിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് കളയാം. ഇങ്ങനെ. അപ്പോൾ ഈ പേജിൽ നിന്നാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് ചെയ്തത്. ഇതാണ് ഇതിന്റെ app.js ആണ് ഇതിന്റെ റൂട്ട് ഫയലായിട്ട് പറയുക. അതായത് ഇൻഡെക്സിൽ നിന്ന് ഇതിലേക്ക് ലോഡ് ചെയ്തെടുക്കുന്ന app.js ഫയലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി പോയിന്റ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് എൻഡ് ബേസിക് സെറ്റ് ആയി. ഇനി നമുക്ക് ബാക്ക് എൻഡ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബാക്ക് എൻഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയൊരു ടാബ് എടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഇതിനകത്ത് റണ്ണിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ടാബ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്നിട്ട് ആപ്പിന്റെ പേര് കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ഇവിടെ ഫ്രണ്ട് എൻഡ് എന്ന് കൊടുത്തിരുന്നു. ബാക്ക് എൻഡ് ആണെങ്കിൽ npm ആണ് കൊടുക്കുന്നത്, നോട്ട് പാക്കേജ് മാനേജർ, npm ഇൻസ്റ്റാൾ. പിന്നെ നമ്മൾ കൊടുക്കേണ്ട പാക്കേജ് ആണ്. ഇതിൽ ഈ ലിസ്റ്റ് ഓഫ് പാക്കേജ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് bcrypt ആണ്. bcrypt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ഒക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് bcrypt യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ബോഡി പാർസർ. ബോഡി പാർസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ JSON ബോഡിയൊക്കെ പാർസ് ചെയ്യാൻ വേണ്ടിയിട്ട് URL എൻകോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി പാർസർ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീടുള്ള കോഴ്സ്, ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്രൗസേഴ്സ് രണ്ട് നെറ്റ്വർക്കോ അല്ലെങ്കിൽ രണ്ട് പോർട്ടോ അതേപോലെ രണ്ട് സെർവറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഒറിജിൻ്റെ എറർ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് റിക്വസ്റ്റുകൾ. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്യുന്നത്. പിന്നെ .env എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിൾസിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എന്താണ് URLസും അതേപോലെ കോൺഫിഗറേഷൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് .env യൂസ് ചെയ്യുന്നത്. പിന്നുള്ളത് എക്സ്പ്രസ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നോഡിന്റെ ഫ്രെയിംവർക്കാണ് എക്സ്പ്രസ് വേണം. പിന്നെ JSON വെബ് ടോക്കൺ, അതായത് ഫസ്റ്റ് ടൈം യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഒതന്റിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ യൂസർക്ക് ഒരു ടോക്കൺ കൊടുക്കും. ഈ ടോക്കൺ വെച്ചിട്ടായിരിക്കും അടുത്ത തവണ തൊട്ട് യൂസർ വന്നിട്ട് നമ്മുടെ സൈറ്റിൽ ഓരോ റിക്വസ്റ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടോക്കൺ വാലിഡേറ്റ് ചെയ്തിട്ട് വാലിഡ് യൂസർ ആണോ നോക്കിയിട്ട് മാത്രം നമ്മൾ അതിനായിട്ട് റെസ്പോൺസ് കൊടുക്കുള്ളൂ. അതിനാണ് JSON വെബ് ടോക്കൺ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് മോംഗൂസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. MongoDB ആയിട്ട് കണക്ട് ചെയ്യാനും CRUD ഓപ്പറേഷൻസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പാക്കേജാണ് മോംഗൂസ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് നോഡ്മോൻ ആണ്. നോഡ്മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ഡെവലപ്മെന്റ് സെർവറിൽ ഓട്ടോ റീസ്റ്റാർട്ട് ഓട്ടോ റീലോഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോഡ്മോൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡും സെറ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇൻസ്റ്റാൾ ആയിട്ട് ഞാൻ തിരിച്ചു തരാം. നമ്മുടെ പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആയി. പക്ഷെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, നമ്മൾ MongoDB ഇൻസ്റ്റാൾ ചെയ്തില്ല. നമുക്ക് MongoDB ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഡൗൺലോഡ് MongoDB കമ്മ്യൂണിറ്റി എഡിഷൻ, കമ്മ്യൂണിറ്റി സെർവർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ mongodb.com ട്രൈ ഡൗൺലോഡ് കമ്മ്യൂണിറ്റി. ഈ ലിങ്കിൽ നമ്മൾ പോയിട്ട് നമുക്കിവിടെ MongoDB കമ്മ്യൂണിറ്റി സെർവർ ഡൗൺലോഡ് കൊടുക്കുക. നമുക്ക് വിൻഡോസ് ആണോ ലിനക്സ് ആണോ മാക് ആണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് കൊടുക്കുക. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഫിനിഷ് ഡയറക്റ്റ് ഇൻസ്റ്റലേഷൻ ആണ്. ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്റത്തിൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത് നമുക്കൊരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് കൊടുക്കണം. അതിനായിട്ട് MongoDB ഷെല്ല് ഡൗൺലോഡ് ചെയ്യാം. MongoDB ഷെൽ എന്ന് കൊടുക്കുക. MongoDB ഷെല്ല് ഇവിടെ ഒരു ലിങ്ക് വരും, ഡൗൺലോഡ് ഷെല്ല്. ഇത് നമ്മൾ MongoDB ഷെൽ ഡൗൺലോഡ്, ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് രണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ മോങ്കൂഷ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോക്കൽ MongoDB ആയിട്ട് കണക്ട് ചെയ്തതിനുള്ള ഒരു URL, അതേപോലെ പ്ലീസ് എൻ്റർ MongoDB കണക്ഷൻ സ്ട്രിംഗ്. നമുക്ക് ഇതിപ്പോൾ ഡിഫോൾട്ട് കിടക്കുന്ന ഏതാണോ അത് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ എൻ്റർ അടിക്കുക. ഇപ്പോൾ കറണ്ട് മോങ്കോ ഷെയിൽ ലോഗ് ഐ ഡി എന്നുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. നമുക്കൊരു ഡേറ്റാബേസ് കണക്ട് ആയി കിട്ടും. പിന്നെ അതുമായിട്ട് നമ്മൾ ഷോ DBs കൊടുക്കുക. നമുക്ക് ലിസ്റ്റ് ഓഫ് DBs നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇതിനർത്ഥം നിങ്ങളുടെ MongoDB ഇൻസ്റ്റാൾ ആയിട്ടുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറകാലെ പഠിക്കാം. ഇപ്പോൾ നമ്മുടെ MongoDB ഇൻസ്റ്റാൾ ആയി, നമ്മുടെ ആവശ്യമുള്ള പാക്കേജ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ MongoDBയുടെ കണക്ഷൻ URL. MongoDB:127.0.0.1:27017/ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റാബേസിന്റെ പേരാണ്, അതായിരിക്കണം നമ്മുടെ കണക്ഷൻ സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്
എക്സിസ്റ്റിംഗ് ഉള്ള ഡേറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പുതുതായിട്ട് അതിനെ ക്രിയേറ്റ് ആയിക്കോളൂ യൂസ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് യൂസ് ടു ഡു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ടു ഡു എനിക്ക് ഓൾറെഡി ഉള്ള ഡേറ്റാബേസ് ആണ്, എന്നാലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പുതിയതായിട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ യൂസ് ടു ഡു കൊടുത്തു കഴിഞ്ഞാൽ ടു ഡു DBയിലേക്ക് സ്വിച്ച് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ URL എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് /to do എന്നുള്ളതായിരിക്കും നമ്മുടെ URL എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് .env ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതായത് എൻവയോൺമെന്റ് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി .env ക്രിയേറ്റ് ചെയ്യണം. അതിനു മുമ്പ് നമ്മളിവിടെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. നമ്മളിത് പുറത്താണ് ഇത് ക്രിയേറ്റ് ആയിരിക്കുന്നത്, ബാക്ക് എൻഡിനകത്താണ് പോകുന്നത്. നോഡ് മോഡ്യൂൾസും പാക്കേജസും കേസും എല്ലാം നമ്മളിത് ഇവിടുന്ന് മൂവ് ചെയ്യുന്നു. ഇതെല്ലാം ബാക്ക് എൻഡിനകത്ത് വന്നു. ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? .env ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ന്യൂ ഫയൽ കൊടുക്കുക, .env കൊടുക്കുക, .env ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോൺഫിഗറേഷൻ ഫയൽസ് അങ്ങനെയുള്ള എൻവയോൺമെന്റ് വേരിയബിൾസ് എല്ലാം നമ്മൾ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് MongoDBയുടെ URL കൊടുക്കുക ഇവിടെ. അതിനായിട്ട് MongoDB URI എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ എന്തായിരുന്നു അവിടെ URL കണ്ടിരുന്നത്? ഇത് കോപ്പി ചെയ്യുക. ഇതാണ് നമ്മുടെ DBയുടെ പേര്. ഇതായിരിക്കും നമ്മുടെ MongoDBയുടെ URL, ഡേറ്റാബേസ് URL. ഓക്കെ, തൽക്കാലം ഇതിനകത്ത് ഇത്ര മതി. ബാക്കി നമുക്ക് പോകെ ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു app.js ഫയലാണ് വേണ്ടത്. അതായത് ഇൻകമിംഗ് റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു app.js ഫയൽ വേണം. നമ്മൾ ക്രിയേറ്റ് ചെയ്യും. app.js നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്താണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ മറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എക്സ്പ്രസ് യൂസ് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ലിസൺ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് നമ്മൾ ലിസൺ ചെയ്യുന്നു. നമുക്ക് ഇതൊരു എൻവയോൺമെന്റ് വേരിയബിൾ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ തൽക്കാലം 5000 കൊടുക്കാം. ഇതിന് ഇവിടെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കൊടുത്താൽ മതി. ഇവിടെ വേറെ കാര്യമുണ്ട്. ഇത് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ഒരു വേറൊരു വാല്യൂ കിട്ടണം അല്ലേ? അതിനായിട്ട് നമുക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 5000 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഈ പോർട്ട് എടുത്ത് ഇവിടെ കൊടുത്താൽ ഇത് ഫോൾ ബാക്ക് ആണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൾ ബാക്ക് എടുത്തോളൂ. അപ്പോൾ ഇത് നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് ഇനി ആപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പക്ഷേ ഈ ഡെവ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് പോയിട്ട് package.js സെറ്റ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ഡിപ്പെൻഡൻസീസ് മാത്രമേ ഉള്ളൂ. നമുക്കിതിന് വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കാം. നമ്മൾ ബാക്ക് എൻഡ് കൊടുക്കാം അല്ലേ? ബാക്ക് എൻഡ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു വേർഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ്റെ വേർഷൻ കൊടുക്കാം 1.0.0. അതേപോലെ അടുത്ത നമുക്ക് സ്ക്രിപ്റ്റ്സ് കൊടുക്കാം. സ്ക്രിപ്റ്റ്സിൻ്റെ അകത്താണ് നമ്മൾ എന്തൊക്കെയാണ് സ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ള സ്ക്രിപ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇപ്പോൾ ഡെവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ല, അത് തന്നെ കൊടുക്കാം. ഡെവ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് തന്നെ കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? app.js നോഡ് ആപ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ പക്ഷേ ഇവിടെ നമ്മളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നോഡ്മോ എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാക്കേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആപ്പിനെ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് എഴുതുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിൻ്റെ എറർ വരുന്നത് നോക്കാം. could not read package.json ഡയറക്ടറി. ഇപ്പോഴും നമ്മൾ ഈ പ്രോജക്റ്റിന്റെ റൂട്ട് ഫോൾഡറിലാണ്. നമുക്ക് ബാക്ക് എൻഡിലോട്ട് പോകണം അല്ലേ? ബാക്ക് എൻഡിലോട്ട് പോയിട്ട് റൺ ഡെവ് കൊടുക്കാം. ഓക്കെ, നോഡ്മൺ സ്റ്റാർട്ടായിട്ട് ലിസണിംഗ് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് റെഡിയായി. ബാക്ക് എൻഡ് അപ്പ് ആൻഡ് റണ്ണിങ് ആയി. ഫ്രണ്ട് എൻഡും അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഫ്രണ്ട് എൻഡ് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ഇനി app.jsനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ആകെപ്പാടെ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രസ് മാത്രമാണ് അല്ലേ? നമുക്ക് മറ്റ് പാക്കേജോട് യൂസ് ചെയ്യും. നമുക്ക് app.jsൽ വേണ്ട പാക്കേജസ് ഇതൊക്കെയാണ്: ബോഡി പാർസർ, കോർസ്, മോങ്കോസ്, JWT, അതായത് JSON വെബ് ടോക്കൺ, പിന്നെ .env.config. ഇങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് env ഫയൽ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ലോഡ് ആവത്തുള്ളൂ. അപ്പോൾ .env.config എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ ഡയറക്റ്റ് യൂസ് ആവത്തുള്ളൂ. ഇത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൗട്ട്സ് വേണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്തിട്ട് തിരിച്ച് റൗട്ട്സ് നമുക്ക് കോൺഫിഗർ ചെയ്യും. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ ആപ്പ് ക്രിയേറ്റ് ചെയ്തു. app.use ആണ് ചെയ്യേണ്ടത്. ഓരോന്നും നമുക്ക് യൂസ് ചെയ്തിട്ട് app.use ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ബോഡി പാർസർ യൂസ് ചെയ്യാം. ബോഡി പാർസർ നമ്മൾ ഏത് ബോഡി പാർസറാണ് യൂസ് ചെയ്യേണ്ടത്? JSON-നെയാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് JSON ആണ് കൂടുതലായിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ട് ആ JSON ആയിട്ടുള്ള ഡേറ്റയെ പാർസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവിടുന്ന് വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് ബൈനറീസോ അല്ലെങ്കിൽ മെഷീൻ കോഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. നമുക്കത് വായിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റയെ പാർസ് ചെയ്തിട്ട്, ബോഡിക്കകത്തുള്ള ഡേറ്റയെ പാർസ് ചെയ്തിട്ട് JSON ടൈപ്പിലേക്ക് നമുക്ക് മാറ്റി തരുന്നതാണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്. ഓക്കെ, ബോഡി പാർസർ ഡോട്ട് JSON വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ കൺവേർട്ട് ആയിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഡേറ്റ റീഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞത് നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നത് ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്രോസ് സൈറ്റിന്റെ റിക്വസ്റ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നത് മാറ്റാൻ വേണ്ടിയാണ് ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിനി മോംഗോഡിബിയുടെ കണക്ഷൻ യൂസ് ചെയ്യണം. നമ്മളിവിടെ മോംഗോസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ മോംഗോസ് വെച്ചിട്ട് നമുക്ക് മോംഗോഡിബി എനേബിൾ ചെയ്യാം. മോംഗോസ് കണക്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. മോംഗോസ് കണക്ട് നമുക്ക് ഫസ്റ്റ് എന്താ വേണമെന്ന് അറിയാം, മോംഗോഡിബിയുടെ URL. അപ്പോൾ നമ്മൾ പ്രോസസ് ഡോട്ട് env ഡോട്ട് മോംഗോഡിബിയുടെ URL എന്തായിരുന്നു, മോംഗോ URI. ഇതിനകത്താണ് URL നടക്കുന്നത് അല്ലേ? മോംഗോ URI എടുക്കുന്നു, then കൊടുക്കുന്നു. നമ്മൾ അതായത് ഈ കണക്ഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്, അതേപോലെ ഈ കണക്ഷൻ എറർ ആയി കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും എറർ ഒന്ന് ക്യാച്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് റെസ്പോൺസ് വേണ്ടത്, അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് തൽക്കാലത്തിന് നമുക്ക് ഇത് രണ്ട് കൺസോൾ ലോഗ് ചെയ്യും, DB കണക്റ്റഡ് എന്ന് വല്ലതും കൊടുക്കും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എറർ ഡോട്ട് മെസ്സേജ് കൊടുക്കാം. ഇപ്പോൾ മോംഗോസ് ഡോട്ട് കണക്ട് വെച്ചിട്ട് URI വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ആയി കഴിഞ്ഞാൽ DB കണക്റ്റഡ് എന്ന് വല്ലാന്നുണ്ടെങ്കിൽ എറർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ഈ ഒരു കേസിൽ നമ്മുടെ ലോക്കൽ എൻവയോൺമെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മൾ മോംഗോഡിബിയുടെ സെർവർ ആയിരുന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് ഇവിടെ ഇതിൻ്റെ കൂടെ കൊടുത്താൽ മാത്രമേ ഇത് കണക്ട് ആകത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഡിഫോൾട്ട് URL കൊടുത്തു നോക്കാം. ഡിഫോൾട്ട് റൂട്ട് URL ആയാലും വന്നു കഴിഞ്ഞാൽ റൂട്ട് URL ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവർ റിജക്ട് ചെയ്ത് വിടാം തൽക്കാലത്തേക്ക്. ഇതാണ് റൂട്ട് URL. അപ്പം റിക്വസ്റ്റും റെസ്പോൺസും കാണും. റിക്വസ്റ്റ് നമുക്ക് എടുത്തിട്ട് പ്രോസസ് ചെയ്യാം, റെസ്പോൺസിനെ നമുക്ക് റെസ്പോൺസ് ഡേറ്റ സെൻഡ് ചെയ്യാം. സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് റൂട്ട് URL ആണ്. ഇതിനകത്ത് വരുമ്പോഴത്തേന് യൂസർ നമ്മൾ ചുമ്മാ റെസ്പോൺസ് കൊടുക്കാം, റെസ്പോൺസ് ഡോട്ട് JSON കൊടുക്കാം. JSON ആയിട്ടാണ് നമ്മൾ റെസ്പോൺസ് പാസ് ചെയ്യുന്നത്. ഒരു മെസ്സേജ് കൊടുക്കാം, നോട്ട് ഓതറൈസ്ഡ് ഒന്നുമല്ല. തൽക്കാലത്തെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നീട് റൂട്ട് URL വന്നു കഴിഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ റിക്വസ്റ്റിനും അല്ലെങ്കിൽ ഓരോ റിക്വസ്റ്റ് ടൈപ്പിനും ഓരോരോ URLs ആണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഫോൾഡറുകൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞത് നമുക്കൊരു മിഡിൽ വെയർ വേണം, മിഡിൽ വെയർസ് ഫോൾഡർ വേണം. അടുത്തത് മോഡൽസ് ഫോൾഡർ വേണം, റൗട്ട്സ് ഫോൾഡർ വേണം, പിന്നെ ഒരു കോൺഫിഗ് ഫോൾഡർ വേണം. കോൺഫിഗ് ഫോൾഡർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് JWT കോൺഫിഗറേഷൻസ് ഒക്കെ എഴുതാനും മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനും റിക്വസ്റ്റിനും റെസ്പോൺസിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോംഗോഡിബിയുടെ ഡേറ്റാബേസ് സ്കീമയൊക്കെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതാനാണ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ റൗട്ട്സ് എന്ന് പറയുന്നത് ഓരോ പാത്ത് നമുക്ക് ഏത് പാത്തിലേക്ക് റൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് റൗട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം.